വണ്ടി ചാവി വരുന്ന ടൈമിൽ എല്ലാം കൂടെ കയ്യിൽ പോകുന്നു പൊട്ടിയിട്ട്. ഇനിയിപ്പോൾ ആകെ ഇതാ ബാക്കിയുള്ളത്. ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇനി കീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ കൊടുക്കണം. ഇതിൻ്റെ ചാവി ഇപ്പോൾ ലോസായി. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേര് ഷിഹാബ്, സെയ്ദ് രണ്ടുപേരും ഇപ്പോൾ വന്നിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ എന്തൊക്കെ പരിപാടികളാണ്. ഈ വണ്ടിയുടെ സെൻസറാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് വരുന്ന പ്രോസസ്സാണ്. സെൻസർ ആഡ് ചെയ്ത് പുതിയ കീയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ എല്ലാ കമ്പനിയും ചിപ്പ് വ്യത്യാസം വരുന്നുണ്ടോ? ഓരോ വണ്ടിക്കും സെപ്പറേറ്റ് ചിപ്പ് വരും. ചിപ്പിനനുസരിച്ച് റേറ്റ് മാറും. ചിപ്പിനനുസരിച്ച് റേറ്റ് വ്യത്യാസം. ഡീസലല്ലേ വണ്ടി? ഡീസൽ. ഇതിൽ ഡിറ്റക്ട് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടീൻ്റെ മോഡൽ. അത് ട്രാൻസ്പോണ്ടറാണ്. കീയിൽ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യണം. കീയിൽ ഇപ്പോൾ കീയും കൂടെ പോവുകയാണെങ്കിൽ എന്താ ചെയ്യാം? കീ പോയി കഴിഞ്ഞാൽ ലോക്ക് അഴിച്ചിട്ട് കട്ട് ചെയ്യും വേണം. കട്ട് ചെയ്യണം. ലോക്ക് അഴിച്ചിട്ട് അതിന്റെ ടീത്തിനനുസരിച്ച് കട്ട് ചെയ്യണം. ഡോറിന്റെ ലോക്ക് ഇതെല്ലാം ഒരേ കീ തന്നെയല്ലേ ഇരുന്ന്. ഏതെങ്കിലും ഒരു ലോക്ക് അഴിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യും. ഇതിപ്പോ നമ്മളെ പഴയ സാധനമാണ്. പുതിയ ചിപ്പാ? എക്സ്ട്രാ കീ എക്സ്ട്രാ ഉണ്ടോ? ഈ സാധനം മാത്രമുണ്ട്. പക്ഷേ കീ ഇല്ലല്ലോ. ചിപ്പ് ഇല്ല. ചിപ്പ് അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് അത് ബ്ലോക്ക് ആവും. ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ പഴയ കീ ബ്ലോക്ക് ആവും, പഴയ ചിപ്പ് ബ്ലോക്ക് ആവും. അതിന്റെ കൂടെ അതിന്റെ പെയർ കീ ഉപയോഗിച്ചിരുന്ന കീ ഒക്കെ ബ്ലോക്ക് ആവും. പുതിയ വേർഷനാണ് ഞാൻ അപ്ഡേറ്റ് ആവും. അപ്പോൾ പഴയ കീ എങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും ഈ കീ ഇപ്പൊ ചെയ്തു തരുന്ന കീ കൂടെ കൊണ്ടുവന്നാൽ നമുക്ക് രണ്ടും കൂടെ മാച്ച്. അതിനിപ്പോ വണ്ടി കൊണ്ടുവരണം. വണ്ടി കൊണ്ടുവരണം. പതിമൂന്നാണ് പറഞ്ഞത്. 2013. വണ്ടീൻ്റെ നെയിമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ സെലക്ട് ഒക്കെ ചെയ്തിട്ട് പ്രോസസ്സിങ് നടക്കുകയാണ്. ഈ മെഷീനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരുപാടുണ്ട്. ഓരോ വണ്ടികൾക്ക് ഓരോ ടൈപ്പ് വരും. ഇത് വെച്ചിട്ടിപ്പോ എല്ലാ വണ്ടിയും ചെയ്യാൻ കഴിയും. ഉണ്ടായി മാത്രം. ഇപ്പൊ ഈ BM ബെൻസ് ഒക്കെ വരികയാണെങ്കിൽ വേറെ വരുന്നുണ്ട്. മെത്തഡൊക്കെ സെയിം ആണ്. രാജേഷ്.
പ്രോഗ്രാം ചെയ്യുന്നപ്പോൾ ഏതാ ഇതിലോ? കംപ്ലൈന്റ് റീഡ് ചെയ്ത് കംപ്ലൈന്റ് ഇപ്പൊ വണ്ടി കുറച്ച് ലോങ് ആണ്, കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യണം അല്ലെ? ഇന്നാള് അവിടെ വന്നപ്പോ ഒരു കിറ്റും കൊണ്ട് വന്നിരുന്നു ഒരു ടീം. അതെന്തായിരുന്നു? 2 വീലറിന്റെ ലോക്ക് അഴിച്ചുകൊണ്ടുവരും, കാറിന്റെ നമുക്ക് ലോക്ക് അഴിച്ചുകൊണ്ടിരും ചെയ്യാം. നമുക്ക് അവിടെ സൈറ്റിൽ വന്ന് ചെയ്യേണ്ട കുറെ പണി കുറഞ്ഞു കിട്ടും. അവിടെ തന്നെ പ്രോഗ്രാം മാത്രം പോയാൽ മതി. അപ്പൊ പ്രോഗ്രാമിന് പിന്നും പോണം. ഇതിപ്പോ നമ്മള് ചെയ്ത ജിപ്പ് ഷിപ്പ് വരുന്നത്. എന്താ വെച്ചാല് പൊട്ടിക്കഴിഞ്ഞാൽ ചാടിപ്പോ, അതിന് വേറെ ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ പോയി കഴിഞ്ഞാൽ സ്ക്രൂവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ജാമാക്കിയിട്ടുണ്ട്. ഈ റിമോട്ടും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമോ? റിമോട്ട് ചെയ്യാം. ഇതിപ്പോ ഫുള്ളായിട്ട് ഒരു ചാവി ചെയ്യാൻ എന്താ റേറ്റ് വരാം? ഫുള്ളായിട്ട് ഒരു കീന്റെ മുകളിൽ നിന്ന് കോപ്പി ആണിച്ചെങ്കിൽ റേറ്റ് ഏതാണ്ട് ഈ റേറ്റ് വരുള്ളൂ. കീ ലോസ് ആയിട്ട് ചെയ്യാണെച്ചെങ്കിൽ റിമോട്ട് എല്ലാം കൂടെ വരുമ്പോൾ 4 രൂപ. ഒറിജിനൽ നിപ്പോണിന്റെ റിമോട്ട്. ഇതിന്റെ സെക്കൻഡ് വോൾട്ട് ചൈനന്റെ റിമോട്ട് വരുന്നുണ്ട്. ഇതാണ് ഒറിജിനൽ നിപ്പോൺ ആവില്ല. ചൈനന്റെ വരുമ്പോ അത്ര റേറ്റ് പിന്നെയും കുറയും. 3ന്റെ ഉള്ളിലേ വരും. ഏതാണ്ട് റേറ്റ് പുതിയ ചാവി. വന്നിരുന്നു. ഓക്കെ. ഒരു ഡ്യൂക്കിൻ്റെ കീയിൽ നമുക്ക് കാണിച്ചു തരാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു കീ വർക്ക് ചെയ്യുന്നതെന്ന്.
അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യും, ഇതിന്റെ ഈ കട്ടിങ് ഈ ടീത്തുകൾ വെച്ചിട്ട് പുതിയ കീ കട്ട് ഇതിങ്ങനെ ഊരി കൊടുത്താൽ മതിയല്ലോ. ഇതിങ്ങനെ ഊരാൻ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് ഫുള്ള് മോളിൽ ഹൈഡ്രോളിക്കിൽ ഫിറ്റിംഗ് ലോക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ മാനുവലായിട്ട് അഴിക്കാൻ കുറച്ച് റിസ്കുകളുണ്ട്. അങ്ങനെ അഴിച്ചതിന് ശേഷം ഈ അതിന്റെ ഏറ്റവും ഉള്ളിൽ വരുന്ന സിലിണ്ടറാണിത്. ഇതിലാണ് ഇതിന്റെ പല്ലുകൾ വരിക. ഇതിങ്ങനെ ജസ്റ്റ് പ്ലേ ആവുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ പ്ലേ ആവുന്ന ടീത്തുകളാണ്. ഈ ടീത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ കീൻ്റെ മുകളിൽ കട്ട് ചെയ്യും. ഇത് പ്ലെയിൻ കീ ആണ്. പ്ലെയിൻ കീയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊന്തിയിരിക്കുന്നതൊക്കെ കറക്റ്റ് ഈ സിലിണ്ടറിൻ്റെ ഒപ്പം നിൽക്കും. അപ്പോൾ തിരിയും. ഇപ്പോൾ നേരിട്ട് കഴിഞ്ഞാൽ തിരിയില്ല. പൊന്തിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തടഞ്ഞിട്ട് തിരിയില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റഡി ചെയ്ത് നിൽക്കും. അതിനുശേഷം സിലിണ്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ കീ റെഡിയാവും. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതും കൂടെ പോയിരുന്നെങ്കിൽ ഇതേപോലെ അഴിച്ചിട്ട് ചെയ്യാനായിരുന്നു. മെഷീനിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇല്ല, ഞാൻ ഇതിനേക്കാളും കുറച്ച് കനം കൂട്ടിയിട്ടാണ് ചെയ്തിരുന്നത്. ഇതിന് ചെറിയൊരു തേയ്മാനം ഉള്ളതുകൊണ്ട്. അപ്പോ നമ്മുടെ ചാവി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുതിയ കീയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെയാണ്, സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇപ്പോൾ.